നാട്ടിൽ നമ്മളൊരു ബിസിനസ് ചെയ്യുന്നതും ഇവിടെ ചെയ്യുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? ചെന്നൈയും നമ്മുടെ കേരളവുമായിട്ടുള്ള വ്യത്യാസം. ഇവിടെ കേരളമായിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം ഞാൻ വന്ന് പെട്ടു, എനിക്ക് കേട്ടെല്ലാം സെറ്റായി കിട്ടി, അതുകൊണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റി. അതുപോലെ നാട്ടിലും ഓരോ എന്ത് ബിസിനസ്സായാലും നമുക്ക് ആദ്യം വന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം, ചൂസ് ചെയ്യുന്ന സ്ഥലം, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ബിസിനസ് അതനുസരിച്ച് ഏത് ബിസിനസ് ആയാലും ശരി, അതിനായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് നിന്ന് കുറേയൊക്കെ ടീച്ചിങ്. അപ്പോൾ ഈ ഒരു ബിസിനസ് എന്നാല് സ്വന്തം നാട്ടിലാകാമെന്ന് കരുതാതിരുന്നത് എന്താണ്? സ്വന്തം നാട്ടിലായാലും ഇപ്പോഴത്തെ രീതിയിൽ നാട്ടിൽ സ്ഥലത്തിന് കിട്ടാനുള്ള പ്രയാസങ്ങൾ, രണ്ടാമത് വന്നു കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ രീതിക്കുള്ള അവിടെ നിന്നുള്ള വിറ്റുവരവ് എത്ര ഉണ്ട് പ്രതീക്ഷിക്കാൻ അത്ര കിട്ടുമെന്ന് സംശയം. അധികം ഇൻവെസ്റ്റ്മെന്റ് വേണം. ഇവിടെ ഒന്നും പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കാശ് ചെയ്ത ആവശ്യമില്ല ബിസിനസ്സിന്. ഇവിടെ മാർക്കറ്റ് എല്ലാം ക്രെഡിറ്റ് ബേസിസ് അല്ലേ. നമ്മൾക്ക് മാർക്കറ്റ് സത്യസന്ധമായിട്ട് നിന്നാൽ എല്ലാവരും വന്ന് നമുക്ക് കടം തന്നുകൊണ്ട് പോയി തരത്തില്ല. ഏത് മില്ലുകാരും ഞങ്ങളുടെ ഫീൽഡിൽ ഒരിടത്തും ക്യാഷ് ആൻഡ് ക്യാരി ഇല്ല. അവരെ ബില്ല് ടൈമിൽ നമ്മൾ ഓണർ ചെയ്താൽ മതി. അപ്പൊ അത് പിന്നെ ഇത് സെയിലിന് ശേഷം അങ്ങനെ ഉണ്ടോ? അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ വരുന്നത് ഇപ്പൊ 30 days, 45 days, 60 days അങ്ങനെ വരുന്നത്. ആ സമയത്ത് നമ്മളെ ബില്ലിന് പേയ്മെന്റ് അയച്ചുകൊണ്ടിരുന്നാൽ അത് ഓണർ ചെയ്യണം, ബില്ലെല്ലാം ഓണർ ചെയ്യണം. അവിടെ നാട്ടിലാകുമ്പോ അത്ര ഒരു സൗകര്യം അതിന് കിട്ടൂല. കിട്ടുമായിരിക്കും, കിട്ടുന്നവർ അവിടെ നിലവിലുള്ള ആളുകൾക്ക് കിട്ടുള്ളൂ. അത് ഇവിടെ അങ്ങനെ തന്നെയാണ്. ഇവിടെ പുതുതായിട്ട് ഒരാൾ വന്നാൽ അവർക്ക് ഇത്തിരി പ്രയാസമാണ്. നമ്മൾ ഇരിക്കുന്നതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഇനി ഒരു 4 കട വെക്കണമെങ്കിലും പ്രയാസമില്ല, നമ്മൾക്ക് മാർക്കറ്റിലുള്ള റെപ്യൂട്ടേഷൻ കൊണ്ട്. അപ്പൊ ഈ അന്ന് ഇവിടെ തുടങ്ങിയ കാലഘട്ടത്ത് അപ്പൊ ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ ഉള്ള ഒരു പ്രശ്നം സാറ് പറഞ്ഞിട്ട് ഇവിടെ തുടങ്ങുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടതായിട്ട് ഓർമ്മ? ഇവിടെ തുടങ്ങുന്ന സമയത്ത് ഭാഷയുടെ പ്രശ്നം ഉണ്ടായിരുന്നു, ഭാഷ അറിയില്ലായിരുന്നു. നമ്മളിവിടെയുള്ള ആളുകൾ അന്നൊക്കെ വേലയ്ക്ക് വെച്ചാൽ അവരുടെ ആ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ വന്ന് ഞാൻ പറഞ്ഞ എൻ്റെ കസിൻ ഒരാളുണ്ടായിരുന്നു, പുള്ളി വന്നിട്ട് മാർക്കറ്റ് ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് ഗുഡ്സിന് പ്രയാസമില്ലായിരുന്നു. മറ്റേ ഈ നമുക്കിപ്പോ ഈ തൊഴിലാളി പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും? അതൊന്നും ഇവിടെ അങ്ങനെ യാതൊന്നുമില്ല. ഇവിടെ അവരായിട്ട് നമ്മൾ സത്യസന്ധമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ അവരും എൻ്റെ അടുത്തിരിക്കുന്നവരെല്ലാവരും അങ്ങനെ തന്നെയാണ്, ഒരു പ്രശ്നമില്ല. അത് ശരി. അപ്പൊ ഈ ഒരു മേഖലയിൽ ഇപ്പൊ തുടങ്ങിപ്പോ ഇവിടെ വന്ന തൊട്ട് ഉള്ള തുടക്കമാണ്. 30 വർഷം പഠിച്ചല്ലോ. അപ്പൊ 37 വർഷമായിരുന്നു. 37 വർഷം. അപ്പൊ ഈ ഇത്രയും വർഷം കഴിഞ്ഞപ്പോ ഉള്ള അവസ്ഥ എന്താണ്, അനുഭവം എന്താണ് ആ ബിസിനസ് കൊണ്ട്? കൂടുതൽ ഈസി ആയോ കാര്യങ്ങൾ, അതോ കൂടുതൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഇപ്പൊ മുന്നേറ്റാളും പ്രശ്നങ്ങളാണ്. ഇപ്പൊ മുന്നേ ഞാനൊക്കെ തുടങ്ങുന്ന സമയത്ത് വലിയ വലിയ കടകളില്ലായിരുന്നു ഇവിടെ വലിയ കടകളെന്ന് പറഞ്ഞാൽ ഇരുന്നിരുന്നതെല്ലാം ഒന്നീ പട്ട് അതിന് മാത്രമായിട്ട് കേന്ദ്രീകരിച്ചുള്ളായിരുന്നു. മിച്ചം എല്ലാം ഒരുമാതിരി മീഡിയം കടകളായിരുന്നു. ഇപ്പോൾ വലിയ വലിയ കടകൾ വന്നതോടുകൂടി ഞങ്ങൾക്കെല്ലാം മിഡിലായിട്ടുള്ള ആളുകൾക്കെല്ലാം പ്രശ്നങ്ങളുണ്ട്. ബി ക്ലാസ് ആളുകൾക്കെല്ലാം പ്രശ്നമുണ്ട്. അപ്പൊ ഈ കൂടുതൽ ഇത്തരം ഷോപ്പുകളിൽ വരുന്ന ആൾക്കാർ മിഡിൽ ക്ലാസ് ആൾക്കാരാണോ അതോ? അല്ല, മുന്നെല്ലാം വന്ന് മിഡിൽ ക്ലാസ്, അത് കീഴുള്ളവരെല്ലാം വന്ന് ഈ മിഡിൽ ക്ലാസ് കടകളിൽ പോകുള്ളൂ. ഇപ്പോൾ വന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ലോ ക്ലാസ്, വർക്കിംഗ് ക്ലാസ് മുതൽ വലിയ വലിയ കടകളിൽ പോകുള്ളൂ. അവിടുത്തെ അട്രാക്ഷൻ, സൗകര്യങ്ങൾ, അതെന്താണ് കാരണം? അവിടെ വിലക്കുള്ള വ്യത്യാസം, വില കൂടുതലായിരിക്കും. എന്നാലും അവർക്ക് അതിൽ പോകാൻ AC ഉണ്ടാവും, മറ്റ് സൗകര്യങ്ങളുണ്ടാവും. മറ്റ് അവിടെ ചെല്ലുന്ന സമയത്ത് അവർക്ക് ഡ്രിങ്ക്സ് കൊടുക്കും, മറ്റു കാര്യങ്ങൾ ചെയ്യും, മറ്റ് ഗിഫ്റ്റുകൾ. ഇപ്പോൾ ഒന്ന് വലിയ കടകളൊക്കെ മെഗാബോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 2 എടുത്താൽ 1 ഫ്രീ, 3 എടുത്താൽ 2 ഫ്രീ, 5 എടുത്താൽ 4 ഫ്രീ, അങ്ങനെയൊക്കെ കൊടുക്കണം. സോ അതിൻ്റെ ആ രീതിയിൽ ബിസിനസ്സെല്ലാം മാറിപ്പോയി. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണല്ലേ? കേരളത്തിലും ആണെങ്കിൽ എന്തെങ്കിലും ഫ്രീ എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോ ആണ്. കേരളത്തെക്കാളും ഇവിടെ കൂടുതലാണ് ഫ്രീ എന്ന് കണ്ടു കഴിഞ്ഞാൽ. അത് ശരി. പക്ഷെ അതിലെന്താണ് അതിന്റെ യഥാർത്ഥ വശം എന്നുള്ളത് ചിന്തിക്കുന്നില്ലായിരിക്കും അല്ലേ പലരും? യഥാർത്ഥ വശങ്ങൾ ചിന്തിച്ചാൽ ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. വാങ്ങാനും പറ്റില്ല, ചെയ്യാനും പറ്റില്ല. ആളുകൾക്ക് ഫസ്റ്റ് അവർക്ക് തോന്നണ ഫസ്റ്റ് മൂഡാണ് വരുന്നത്. മുന്നെല്ലാം വന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ദീപാവലി, പൊങ്കല് ഇതെല്ലാം 1 മാസം മുമ്പേ വ്യാപാരം തുടങ്ങി. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം ലാസ്റ്റ് 4 days. അപ്പൊ നിങ്ങൾ ഇതുപോലെയുള്ള ബിസിനസ്സിൽ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ ഇതുപോലെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കായില്ല. ബിസിനസ് അറിഞ്ഞുകൊണ്ട് കാര്യമില്ല, നമുക്ക് അതിനുള്ള സ്ഥലം കിട്ടണം. പഴയ മാതിരി ഇപ്പൊ സ്ഥലം കിട്ടാനില്ല. ഇപ്പൊ ഇവിടെ വന്ന് വാടക എടുക്കാൻ വയ്യ, വലിയ വാടകയായി. അപ്പൊ ഇപ്പൊ ഈ ഷോപ്പ് പണ്ട് തുടങ്ങിയാതെ അവിടെ തന്നെ സ്വന്തം സ്ഥലമാണ് ആണല്ലേ? ഒന്ന് വാടക സ്ഥലം ഒരെണ്ണം അല്ല, അത് നേരത്തെ അവിടെ തന്നെ ആയിരുന്നു. അവിടെ ഇരുന്നിടത്ത് തന്നെ അവർ അപ്പാർട്ട്മെന്റ് ആയിട്ട് ഞങ്ങൾ വിലക്കെടുക്കും. ഇപ്പൊ റെന്റിലിരിക്കുന്നതും പണ്ട് ഇരുന്നിടത്ത് തന്നെ. അതെ. അപ്പൊ ആ റെന്റ് ഒക്കെ അന്നത്തെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കില്ല. ഇവിടെ വന്ന് നാട്ടിലെ മാതിരി ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല. അവര് ഇവിടെ വന്ന് ചില
ആളുകൾ 2 വർഷത്തിൽ ഒരു പ്രാവശ്യം കൂട്ടും, ചില ആൾ 1 വർഷത്തിൽ ഒരു പ്രാവശ്യം കൂട്ടും. മിനിമം 3 years വൺസ് കൂട്ടിയേ പറ്റുള്ളൂ. അങ്ങനെയാണല്ലേ. അപ്പോൾ അത് ഇവിടെയുള്ള ആൾക്കാരുടെ കയ്യിലാണോ? അതെ, ബിൽഡിങ്ങിൻ്റെ ഇവിടെ ഉള്ളവരെ മാക്സിമം ഇവിടെ ഉള്ളവരെ തന്നെയാണ് നമ്മുടെ ആള്. അന്ന് തുടങ്ങിയപ്പോൾ ഉള്ള റെന്റിനേക്കാൾ എത്ര കൂടി ഇപ്പോൾ? അതോടൊക്കെ ഒരു 300-400% കൂട്ടിയിട്ടുണ്ട്. റെന്റെല്ലാം ഭയങ്കരമാണ് പഴയ. അത് ആദ്യം തുടങ്ങുമ്പോൾ എത്രയായിരുന്നു? ഞങ്ങളിവിടെ ആദ്യം കട തുടങ്ങുന്ന സമയത്ത് ഒരു ഷോപ്പിൽ നിൽക്കുന്ന ഒരു എംപ്ലോയിക്ക് 150 രൂപ ശമ്പളം കൊടുത്താൽ മതി. ഇന്നിപ്പോൾ 3000, 4000, 5000 കൊടുത്ത ആളില്ല. അത്ര കൊടുത്താൽ പോലും ആളില്ല എന്നുള്ളത് അതാണ് ഇന്നത്തെ സ്ഥിതി. അത് രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പിന്നെ റൂമിന്റെ റെന്റ് അതേമാതിരി തന്നെയാണ്. ഇപ്പൊ ഒരു 500 സ്ക്വയർ ഫീറ്റിൽ ഒരു ഇടം കിട്ടണമെന്നുണ്ടെങ്കിൽ മാസം ഒരു 25,000 രൂപ വാടക കിട്ടേണ്ടി വരും. ശരി, അന്ന് എത്രയായിരുന്നു? അന്നൊക്കെ അതൊക്കെ വളരെ കുറവായിരുന്നു. 500 സ്ക്വയർ ഫീറ്റ് 500 രൂപ 600 രൂപ കൂടെ വാട്ടില്ലായിരുന്നു. അവസ്ഥ മാറിപ്പോയി. അല്ല, അപ്പൊ അന്നത്തെ 500 ഇത് വാല്യൂ മാറിയിട്ടുണ്ടാവില്ല അല്ലേ? വാല്യൂ മാറിയില്ലെങ്കിൽ നമ്മൾക്ക് ഈ ഷോപ്പ് നടത്തുന്ന ആൾക്കുള്ള ഇൻകം എന്ന് പറയുമ്പോൾ ഈ ഇൻകം കമ്മിയായി. ഇപ്പൊ നമ്മള് അന്ന് ഒരു ദിവസം 10,000 രൂപ സെയിൽസ് ആയിരുന്നു, ഒരു 50,000 ആയാലും അതിൽ വരുന്ന പ്രോഫിറ്റ് വരുമ്പോ നഷ്ടം സംഭവിക്കുന്നത്. അപ്പൊ ഈ ഒരു മേഖല ഏറ്റവും കൂടുതൽ ബിസിനസ്സില്, ഈ ടെക്സ്റ്റൈൽ ബിസിനസ്സില് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ സ്റ്റോക്ക് വെച്ചാൽ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ചെയ്യുക. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിനകത്ത് വിജയിക്കാൻ പറ്റുള്ളൂ. സ്റ്റോക്ക് അധികം വെച്ച് ഇരുന്ന് കടയിൽ ഇരിപ്പ് സ്റ്റോക്ക് ആയി കഴിഞ്ഞാൽ തൊഴിൽ നഷ്ടം വരും. അതും പിന്നെ ഡാമേജ് ആവും, അങ്ങനെ പലരും നഷ്ടങ്ങൾ വരും. ഫാഷൻ മാറിപ്പോയില്ല. അപ്പൊ അത് എങ്ങനെയാണ് ഈ പിന്നെ ഈ ഫീൽഡില് പിന്നെ ആൾക്കാരുടെ ഇടയിൽ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഫാഷൻ, എന്താണ് ഇപ്പോഴത്തെ രീതി, അതിങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ടേ ഇരിക്കണം. ഒന്ന് നമ്മുടെ എക്സ്പീരിയൻസ്, പിന്നെ ഞങ്ങളുടെ മാതിരി ഈ മിഡിൽ ക്ലാസ് ആളുകളെല്ലാം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ ബിസിനസ് ചെയ്യണം. ഇപ്പോൾ ശബരിമല സീസണാണ്, നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അത് അങ്ങനെ വരുമ്പോൾ അതിൽ കൂടുതൽ എന്തായിരിക്കും സെയിലായിരിക്കും. ഇപ്പം നമ്മൾ ശബരിമല ഡ്രസ്സ് എല്ലാം പിന്നെ ഇരുമുടി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇവിടെ റെഡിമെയ്ഡ് ആയിട്ട് പോകും. അതുൾപ്പെടെ എല്ലാമേ നല്ല പോകും. ബെഡ്ഷീറ്റ്, അത് ഐറ്റംസ്. പിന്നെ ഇവിടെ ഏതൊക്കെയാണ് വിശേഷ ദിവസങ്ങൾ? അത്രയും ഇവിടെ കൂടുതലെന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഓണത്തിന് നല്ല സെയിൽസ് കിട്ടും. ക്രിസ്മസിന് മോശമല്ലാത്ത സെയിൽസ് ഓണത്തിന് ഇവിടെ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ മലയാളി കസ്റ്റമേഴ്സ് അങ്ങനെ വരും, നാട്ടിലേക്ക് പോകുന്നവരും അല്ലേ, നിറയെ കസ്റ്റമേഴ്സ് ഉണ്ട് മലയാളി. അതുകൊണ്ട് അത് നടക്കും. സെറ്റുമുണ്ട്, സെറ്റ് സാരി, അതെല്ലാം ഇവിടെ ചുരുക്കങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ അതിനകത്ത് അപ്പൊ അത്രയും ഇതിനാണോ കൂടുതൽ പ്രാധാന്യം? അതാണ് സീസൺ അനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ സ്കൂൾ യൂണിഫോം സീസൺ ആയിരുന്നാൽ മറ്റെല്ലാം പറ്റി മറക്കും, യൂണിഫോം ശ്രദ്ധിക്കും. അപ്പൊ ഇപ്പൊ സാധാരണ ഏറ്റവും കൂടുതൽ അവിടെ ചെലവാകുന്നത് എന്താണ്? സാധാരണ നോർമൽ കേസ് എല്ലാം ഏറ്റവും എല്ലാം ഒരേമാതിരിയാണ് പോകുന്നത്. സെയിൽസേ പ്രത്യേകം. പക്ഷെ സീസൺ അനുസരിച്ച് ആ സീസൺ ഐറ്റംസ് കൂടെ പോകും. ഇപ്പോൾ ഓണം സമയത്താണെങ്കിൽ സെറ്റുമുണ്ട്, സെറ്റ് സാരി, ഓണം മലയാളീസിൻ്റെ ഡ്രസ്സ്, നല്ല ധോത്തീസ് എല്ലാം ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുക സാധനങ്ങൾ. അതെവിടുന്ന? കുത്താമ്പളി അറിയാം? എവിടെയാണ് കുത്താമ്പളി എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലയിൽ. അവിടുന്നാണ് കൊണ്ടുവരുന്നത് അല്ലേ? അവിടെ എന്താ അതിന്റെ സ്പെഷ്യലിസ്റ്റ് അവിടെ ഉണ്ടല്ലേ? അപ്പൊ അത് അവിടുന്ന് വരുമ്പോ ഈ സാറിന്റെ ഷോപ്പിൽ മാത്രമേ ഉള്ളൂ? അവിടുന്ന് ഞങ്ങൾ മാത്രമേ എടുത്തിട്ട് വരുള്ളൂ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾ എടുത്തിട്ട് വരും. അല്ല, അവിടുന്ന് ഈ സ്ഥലത്തു നിന്ന് കൊണ്ടുവരുന്ന നമുക്ക് വേണ്ടി മാത്രമേ നമുക്ക് വേണ്ടി നമ്മൾ പോയി എടുത്തിട്ട് വരും. അപ്പൊ അതായിരിക്കും നമ്മുടെ സംഗീത ടെക്സ്റ്റൈൽസ് പ്രത്യേകത. ആ സീസൺ അതായിരിക്കും. മറ്റു ഷോപ്പുകളിലൊക്കെയോ അത് കിട്ടാൻ ചാൻസ് കുറവ്. അവർക്ക് അറിയില്ല. മെയിൻ നമുക്കത് പറയാന്ന് പറയുന്നത് എന്നെ എടുത്തതെന്നുള്ളത് നമ്മൾ വെളിപ്പെടുത്തില്ലല്ലോ. അതിൽ ഞങ്ങളുടെ രഹസ്യം. ഈ ഐറ്റംസ് എവിടെ കിട്ടുന്നുള്ളത് നമ്മൾ വെളിപ്പെടുത്തി എല്ലാവർക്കും പോയി വാങ്ങാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പോയി അത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്.